പോകും. ഈ മീഡിയ ഇത് ലോകത്ത് നിന്ന് വേർപെട്ട് എങ്ങനെ വേർപെടും? നമ്മൾ സ്വയമായി വിചാരിച്ച പറ്റത്തില്ല. വചനം എന്റെ ഉള്ളിൽ നിറയുമ്പോൾ, ക്രിസ്തു എന്റെ ഉള്ളിൽ നിറയുമ്പോൾ, ക്രിസ്തുവിനൂടെ നടക്കുമ്പോൾ എനിക്ക് അഴുക്കിനോടൊരു വിരക്തി, പാപത്തോടൊരു വെറുപ്പ്, ഈ ലോകത്തോടൊരു വെറുപ്പ്. ഇതാണ് യേശുവിനോട് കൂടെ നടക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നാം മാറുമ്പോഴാണ് യേശുവിനോട് കൂടെ നടക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. പല പ്രഭുക്കന്മാർ നമ്മളെ ഉപദ്രവിക്കാറില്ലേ? അവൻ എങ്കിലും ഞാൻ നിന്റെ വചനത്തിൽ ഒരു കൊള്ള കണ്ടു കിട്ടിയതുപോലെ ഞാൻ നിന്റെ വചനത്തിൽ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങളില് അവൻ നിങ്ങളുടെ മുഖം മാറും. ജീസസ്, ഹല്ലേലൂയ. നിങ്ങളുടെ വയസ്സിന് ചില ഇരുണ്ട അവസ്ഥകൾ ഇരിക്കുന്ന മുഖം മാറണമെങ്കിൽ അവൻ കൽപ്പനയുമായി അവൻ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്ന മോശയെ പോലെ അവൻ ദിവസങ്ങൾ വചനമായി നിങ്ങൾ എന്റെ യേശുവിന്റെ അടുക്കലേക്ക് മാറിയാൽ നിങ്ങളുടെ മുഖം അടുത്ത് കാണുമ്പോൾ പറയും, ദൈവദാസനെ, ദൈവദാസിയെ, നിങ്ങളിലൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. അതിന് നമുക്ക് ദൈവത്തിലേക്ക് നിന്ന് കൊടുക്കാമോ? ആമേൻ. ഇതാ ദൈവത്തോട് കൂടെ നടക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദിവിശ പറയുകയാണല്ലോ, ഇതേ കൂടെ ഒരു ദൈവദാസ പുരുഷൻ കടന്നു പോകുന്നു, അവൻ ദൈവ പുരുഷൻ എന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നമ്മളെ കണ്ട് മറ്റുള്ളവർ പറയണം, ഇതൊരു ദൈവദാസന, ഒരു ദൈവ പൈതല എന്ന് പറയത്തക്കവണ്ണം മാറണമെങ്കിൽ വചനത്താലുള്ള രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ ദിനം പ്രതി വചനം കണ്ട് ഭക്ഷിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ സുവിശേഷം 4-ാം അധ്യായത്തില് യേശു എങ്ങനെയാണ് സാത്താനെ ജയിച്ചത്? അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് യേശു കടന്നുപോയെന്നാണ്